Hi friends, welcome to iChoose Kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണ് കേട്ടോ ഇത്. ചിക്കൻ ചീസ് റോളാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് നന്നായി മാഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാഷർ വെച്ചിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് അല്ലെങ്കിൽ മാഷർ വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. അത് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇനി നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഈ ചിക്കൻ പൊടി പൊടിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. നന്നായി കുഴച്ചിട്ട് ഒരു ഡോ പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചിട്ട് ഒരു ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2 കൈയും ഒന്ന് ഓയിൽ പുരട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് അതൊന്ന് റോളാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. കുറച്ചെടുത്ത് ബോളാക്കിയിട്ട് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നടുക്കലായിട്ട് നമുക്ക് ഒരു പീസ് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കവർ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ
പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് എടുത്തിട്ട് ആദ്യം നമുക്ക് മൈദയിലൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് പുരട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ആദ്യം മൈദയിലൊന്ന് പുരട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുക്കാം. ലാസ്റ്റ് ബ്രെഡ് ക്രംസിലൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. നമുക്കിത് ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചീസൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.